ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. ആൻസർ: പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ഏത്? ആൻസർ: 1498 മെയ് 21. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: പോർച്ചുഗീസുകാർ. 1741 മാർത്താണ്ഡവർമ്മയുടെ ഏത് യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയായത്? ഉത്തരം: കുളച്ചിൽ യുദ്ധം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം ഏത്? ആൻസർ: ഹോർത്തൂസ് മലബാറിക്കസ്. വ്യാപാരത്തിനായി ഇന്ത്യയിൽ എത്തിയ അവസാനത്തെ യൂറോപ്യർ ആര്? ആൻസർ: ഫ്രഞ്ചുകാർ. 1664. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഏത്? ഉത്തരം: 1954. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച 1757 യുദ്ധം. പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആര്? ഉത്തരം: കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര്? ആൻസർ: മൗണ്ട് ബാറ്റൻ പ്രഭു. 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ആൻസർ: വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിൽ തപാൽ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയി ആര്? ഉത്തരം: ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ മൈസൂർ ഭരണാധികാരികൾ. ആൻസർ: ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും. കുറിച്യ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നാട്ടുരാജാവ് ആര്? ആൻസർ: കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി സ്മാരകം എവിടെ? ഉത്തരം: മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെ? ആൻസർ: കോഴിക്കോട്, ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: കണ്ണൂർ. കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ആൻസർ: കെ.എം. പണിക്കർ. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാൻ. ആൻസർ: വേലുത്തമ്പിദളവ. വേലുത്തമ്പിദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം? ആൻസർ: 1809. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം? ആൻസർ: ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം എന്നും അറിയപ്പെടുന്നു. ദേശീയ രക്തസാക്ഷി ദിനം എന്ന്? ആൻസർ: ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിനം? ഉത്തരം: ജനുവരി 30. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ആൻസർ: മംഗൾ പാണ്ഡെ.
ജാലിയൻ വാലാബാഗിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്തിവെച്ചിരിക്കുന്ന അഗ്നികുംഭം. ഉത്തരം അമർ ജ്യോതി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം. ആൻസർ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന് കീഴിലായി സ്ഥാപിച്ച യുദ്ധസ്മാരകം ഏത്? ഉത്തരം അമർ ജവാൻ ജ്യോതി. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സമരം. ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? ആൻസർ ഉത്തർപ്രദേശിലെ മീററ്റ്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഝാൻസി റാണി അല്ലെങ്കിൽ മണികർണിക. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം. ഉത്തരം നാനാ സാഹിബ്. ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ആൻസർ ഡൽഹൌസി പ്രഭു. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം. ആൻസർ 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? ഉത്തരം അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏത്? ആൻസർ മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ആൻസർ WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം പ്രസിഡന്റ് ആര്? ആൻസർ ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക മലയാളിയായ പ്രസിഡന്റ് ആര്? ഉത്തരം C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആൻസർ ആനി ബസന്റ്. സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ആൻസർ മഹാത്മാഗാന്ധി. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരം ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ ആക്ട്. 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ പ്രക്ഷോഭം കലാശിച്ച ദാരുണ കൂട്ടക്കൊല ഏത്? ആൻസർ 1919 ജാലിയൻ വാലാബാഗ്. 1916 പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ ഹോം റൂൾ പ്രസ്ഥാനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര്? ആൻസർ ബാലഗംഗാധര തിലകൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ആൻസർ ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആര്? ആൻസർ മൈക്കൽ ഒ ഡയർ. മൈക്കൽ ഒ ഡയറിനെ വധിച്ച ധീര ദേശസ്നേഹി ആര്? ആൻസർ ഉദ്ധം സിംഗ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1919. ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ച അലി സഹോദരന്മാർ ആരൊക്കെ? ആൻസർ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ആൻസർ
1920 കോൺഗ്രസ് കൽക്കത്ത സമ്മേളനത്തിൽ. മലബാർ കലാപം നടന്ന വർഷം ഏത്? ആൻസർ 1921. മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ദുരന്തം. ആൻസർ വാഗൺ ട്രാജഡി. വാഗൺ ദുരന്തം നടന്ന വർഷം ഏത്? ഉത്തരം 1921 നവംബർ 10. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ആൻസർ 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം. ആൻസർ 1920. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ആൻസർ 1948 ജനുവരി 30. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.